പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള പേരൂർക്കടയിൽ ലക്ഷ്മി നായർ എന്ന് പറയുന്ന വനിതയുടെ കുടുംബം, ലക്ഷ്മി നായർ, കോലിക്കോട് കൃഷ്ണൻ നായർ പോലെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ആ കുടുംബം ലോ അക്കാദമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വ്യാജമായി അവിടെ നടത്തുന്നതിനെക്കുറിച്ചും അവരേതാണ്ട് 100-160 കോടിയിൽ പരം രൂപയുടെ ഭൂമി അനധികൃതമായി സർക്കാർ അനധികൃതമായി കയ്യേറ്റി വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ഥാപനത്തിന് അഫിലിയേഷൻ പോലും ഇല്ല എന്നുള്ള കാര്യം, ആ സ്ഥാപനത്തിൽ ഒരു പിടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം, ആ സ്ഥാപനം വ്യാജ LLB ഡിഗ്രികൾ ഉൽപ്പാദിപ്പിച്ച് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പേരൂർക്കടയിൽ ഏതാണ്ട് 100 കോടി രൂപയുടെ സർക്കാർ ഭൂമി അനധികൃതമായി ഈ ലക്ഷ്മി നായരുടെ കുടുംബം കയ്യേറി വെച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് ഇടതടവില്ലാതെ പോരാട്ടം നടത്തുന്നൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല സുഹൃത്തുക്കളെ. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ത്രിവത്സര യൂണിറ്ററി LLB ഡിഗ്രി കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന ത്രിവത്സര 3 ഇയർ യൂണിറ്ററി LLB ഡിഗ്രി, അതായത് 2022-2025 ആ ഡിഗ്രിയുടെ ഫലം പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ LLB ഡിഗ്രികളുടെയൊക്കെ ഫലങ്ങൾ ഇങ്ങനെ പുറത്തു വരണമെന്ന് വലിയ വാർത്തകളാകേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഫലം നമ്മൾ ഒരു കാരണവശാലും ചർച്ച ചെയ്യാതെ പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ ഫലം വന്നപ്പോൾ ലോ അക്കാദമി ഒരു ഫേസ്ബുക്കിൽ അവർ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു വിശദാംശം എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് ടോപ്പേഴ്സ് ഓഫ് 3 ഇയർ യൂണിറ്ററി LLB ഡിഗ്രി 2022-2025 എന്നും പറഞ്ഞിട്ട് ലോ അക്കാദമി അവരൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ സ്ക്രീൻഷോട്ട് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മരവിച്ച് പോയി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ 3 ഇയർ യൂണിറ്ററി LLB 2022-2025 ആദ്യത്തെ 15 റാങ്കുകൾ ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് കിട്ടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആദ്യത്തെ 15 റാങ്കുകൾ, അതായത് എത്രയോ സർക്കാർ ലോ കോളേജ്, ഇപ്പോൾ തിരുവനന്തപുരം ലോ കോളേജ് മുതൽ എത്രയോ സ്വകാര്യ ലോ കോളേജുകൾ, എത്ര എണ്ണമാണ് കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ളതെന്ന് എനിക്കറിയില്ല. ആ കോളേജുകളിൽ നിന്നൊക്കെ 100 കണക്കിന് പിള്ളേർ എല്ലാ വർഷവും ഈ 3 ഇയർ യൂണിറ്ററി LLB ഡിഗ്രി പരീക്ഷ എഴുതുന്നുണ്ട്. ആ പരീക്ഷയുടെ ഫലം വന്നപ്പോൾ 1 മുതൽ 15 വരെ റാങ്കുകൾ ഈ ലക്ഷ്മി നായരുടെ സ്വകാര്യ കുടുംബം നടത്തുന്ന ഈ സ്വകാര്യ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് എന്ന് വരുമ്പോൾ എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അതായത് സീമ ഗോപാൽ, രമേശ് കുമാർ, ഗായത്രി G നായർ, രതിമോൾ R, ജ്യോതി S, അരവിന്ദ് RS, ബിന്ദു R, S നിധി, പുണ്യ സന്തോഷ്, ആര്യ P, അർച്ചന S, അഞ്ജന JS, സുനി N, താൻസി N, ജിനി തോമസ് ചാക്കോ എന്നിങ്ങനെ 1 മുതൽ 15 വരെ റാങ്കുകൾ. ഈ കേരള സർവകലാശാലയിലുള്ള വേറെ ഒരു ലോ കോളേജുകൾക്കെല്ലാം ആ 15 കഴിഞ്ഞുള്ള റാങ്കുകളേ ഉള്ളൂ. ആലോചിച്ച് നോക്കണം, ഒരൊറ്റ കോളേജിൽ നിന്ന് ഇത്ര റാങ്കുകൾ എന്ന് ആലോചിച്ച് നോക്കും നമ്മൾ. ഇനി ഞെട്ടിക്കുന്ന വേറൊരു കാര്യം കൂടെ മനസ്സിലായത് എന്താ, നമ്മളിത് പരിശോധിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പിൻ്റെ ചെയർമാനും വൈവ ബോർഡിൻ്റെ ചെയർമാനും ലോ അക്കാദമിയിൽ നിന്നുള്ള ഒരു അധ്യാപകനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാല്യുവേഷൻ ക്യാമ്പിൻ്റെ ചെയർമാനും വൈവ ബോർഡിൻ്റെ ചെയർമാനും ലോ അക്കാദമിയിൽ നിന്നുള്ള അനിൽ കുമാർ G എന്ന് പറഞ്ഞിട്ടുള്ള ഒരധ്യാപകനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാല്യുവേഷൻ്റെ ചെയർമാനും വൈവ ബോർഡിൻ്റെ ചെയർമാനും ലോ അക്കാദമിയിൽ നിന്നുള്ള ഒരു സീനിയർ അധ്യാപകൻ ഇരിക്കെ ആ ലോ കോളേജിൽ 3 ഇയർ യൂണിറ്ററി LLB 2022-2025
1 മുതൽ 15 വരെ റാങ്കുകൾ. ആലോചിക്കണം. അതിനിടയിൽ ഒരു റാങ്ക് പോലും വേറൊരു കോളേജിനില്ല, ലോ കോളേജിനും ഇല്ല. വേറൊരു ഇപ്പം മാർ ഗ്രിഗോറിയസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല കോളേജാണ്. എൻ്റെ രണ്ടാമത്തെ പയ്യനൊക്കെ അവിടെ പഠിക്കുന്നത്, നല്ല കോളേജ് ഉള്ള കോളേജാണ്. അവിടെയൊക്കെ റാങ്ക് 15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ 15 റാങ്ക് കിട്ടിയ കോളേജിലെ ഒരു സീനിയർ അധ്യാപകനായിരുന്നു വൈവ ബോർഡിൻ്റെ വാല്യുവേഷൻ ക്യാമ്പിൻ്റെയൊക്കെ പിന്നെ വാല്യുവേഷൻ ക്യാമ്പിൻ്റെയൊക്കെ ചെയർമാൻ. സുഹൃത്തുക്കളെ, എത്ര ഭീകരമാണ് ഈ അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേരള സർവകലാശാലയൊക്കെ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം പരിശോധിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഈ PSC റാങ്ക് തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ നടക്കുന്നത്. എത്രയോ നൂറുകണക്കിന് പിള്ളേർ ഈ സർക്കാർ ലോ കോളേജിലും മറ്റ് സ്വകാര്യ ലോ കോളേജിലും ഒക്കെ യൂണിറ്ററി LLBയുടെ പരീക്ഷ പഠിച്ചിട്ട് എഴുതുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്നാൽ 15 റാങ്കുകൾ ഈ ലോ അക്കാദമി എന്ന് പറയുന്ന ഈ ലക്ഷ്മി നായരുടെ കുടുംബം നടത്തുന്ന കോളേജിന് 15 റാങ്കുകൾ. എത്ര ഭീകരമാണ് അവസ്ഥയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട വേറൊരു ലോ കോളേജ് ഉണ്ടോ? ആ ലോ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 6-7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരം ഓർമ്മയില്ലേ നമുക്ക്? V മുരളീധരനും K മുരളീധരനും ഒക്കെ 8-10 ദിവസം നിരാഹാരം കിടന്ന വലിയ സമരത്തിന് സമരം നടന്നത് ഈ കോളേജിനെതിരായിട്ടല്ലേ? അങ്ങനെ ആ സമരത്തെ തുടർന്നല്ലേ ആ കോളേജിൻ്റെ ഡയറക്ടറായിരുന്ന ലക്ഷ്മി നായർക്ക് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ ലോ അക്കാദമിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ചില സിൽബന്ദികളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു നിയമമേഖലയിലെ മാഫിയയാണ് കേരളത്തിലെ നിയമവിദ്യാഭ്യാസ രംഗം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ കാണണം. ലോ അക്കാദമിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ നാഗരാജ നാരായണൻ, അയാൾ ബാർ കൗൺസിൽ മെമ്പർ, ബാർ കൗൺസിലിൽ നിന്ന് കേന്ദ്ര ബാർ കൗൺസിലിലേക്ക് പോലും പോകാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു ബന്ധുവായിട്ടുള്ള NK ജയകുമാർ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ നിയമ സെക്രട്ടറി ആയിരുന്നു, മുഖ്യമന്ത്രിയുടെ നിയമകാര്യ ഉപദേശകനായിരുന്നു. അയാളാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ സർക്കാരൊക്കെ വരുമ്പോഴത്തേക്കും ഈ ലക്ഷ്മി നായരുടെ കുടുംബത്തിൻ്റെ ഈ കോളേജിന് വേണ്ടിയിട്ടുള്ള പണികൾ സർക്കാരിലൊക്കെ നടത്തിക്കും. അയാളുടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഒരു നിലവാരവുമില്ലാത്തൊരു മൂന്നാംകിട മനുഷ്യൻ. അപ്പം ആ ലീഗൽ മാഫിയാണ് ശരിക്കും ഈ ലോ അക്കാദമിയുടെ നേതൃത്വത്തിലുള്ള ലീഗൽ മാഫിയാണ് ഈ കേരളത്തിലെ നിയമവിദ്യാഭ്യാസം കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ സുപ്രീം കോടതി ജഡ്ജിമാരെല്ലാം വരുന്നത് ലോ അക്കാദമിയിൽ മാത്രമാണ്. അതെങ്ങനെയാണ് സുഹൃത്തുക്കളെ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തും വന്നു കുറേ ജഡ്ജിമാർ, സുപ്രീം കോടതിയുടെ ജഡ്ജും വന്നു, കേരള ഹൈക്കോടതിയുടെ ജഡ്ജും. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ. അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സുപ്രധാന ഇടനിലക്കാരനുണ്ട്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഞാൻ അയാളുടെ പേര് ഇപ്പോൾ പറയുന്നില്ല, നാളെ വേണ്ടി വന്നാൽ ആ പേര് ഞാൻ പറയും. ആ ഇടനിലക്കാരൻ ദീർഘകാലം ലോ അക്കാദമിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. ലോ അക്കാദമിക്കെതിരെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എൻ്റെയൊക്കെ ചെവിയിൽ ആദ്യം ഓതിത്തന്നത് ആ ഇടനിലക്കാരനാണ്. ആ ഇടനിലക്കാരന് സുപ്രീം കോടതി ജഡ്ജിമാരിലൊക്കെ വലിയ അത്യഭൂതപൂർവമായിട്ടുള്ള സ്വാധീനമുണ്ട്. എങ്ങനെയാണ് സ്വാധീനമെന്ന് എനിക്കറിയത്തില്ല. ആ ഇടനിലക്കാരന് ഇപ്പോൾ എന്താ ലോ അക്കാദമിയുടെ കയ്യാളായി മാറിയിരിക്കുന്ന സുഹൃത്തുക്കളെ? അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുറേ സുപ്രീം കോടതി ജഡ്ജിമാരെ ലോ അക്കാദമിയിൽ കൊണ്ടുവന്നു. ഇപ്പോഴത്തെ വീണ്ടും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോ അക്കാദമിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കുറേ സുപ്രീം കോടതി ജഡ്ജിമാരെ. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇടനിലക്കാരനുമായിട്ട് എനിക്കും പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഇടനിലക്കാരനെ ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ വ്യാജ കോളേജിൽ ഇതുപോലുള്ള ന്യായാധിപന്മാരെ കൊണ്ടുവരരുത്, അവരുടെ സൽപ്പേരിന് തന്നെ മോശമാണത് എന്ന് ഞാൻ ആ ഇടനിലക്കാരനോട് പറഞ്ഞതാണ്. അയാളത് കേൾക്കാതെ അയാൾ വീണ്ടും സുപ്രീം കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരെയൊക്കെ ഈ വ്യാജ സ്ഥാപനത്തിൽ അയാൾ കൊണ്ടുവരികയാണ്. എനിക്ക് ഇടനിലക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യം, സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ അപകടം സംഭവിക്കും. സുപ്രീം കോടതി ജഡ്ജിമാരെല്ലാം എപ്പോഴും തൻ്റെ കക്ഷത്തിലിരിക്കും എന്ന് ഈ ഇടനിലക്കാരൻ വിചാരിക്കരുത്. ഈ ഇടനിലക്കാരൻ അപകടത്തിൽപ്പെടും. സുപ്രീം കോടതി ജഡ്ജിമാരെ ഈ കള്ള സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നത് ഈ ഇടനിലക്കാരനാണ്. അയാളെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഞാനിപ്പോൾ ഈ ഇടനിലക്കാരൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ ആ ഇടനിലക്കാരൻ ആരാണെന്ന് നിയമമേഖലയിലുള്ള പരമാവധിയായിട്ടുള്ള ആളുകൾക്കറിയാം. അതുകൊണ്ട് ഈ ഇടനിലക്കാരൻ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് എനിക്ക് അയാളോട് പറയാനുള്ളത്. ആ ലോ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥാപനം, വലിയ തോതിൽ വിമർശനങ്ങൾ നേരിട്ടുള്ള ഈ സ്ഥാപനം
ത്തിലാണ് 15 റാങ്ക് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് എടുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ എന്തായാലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കേരള സർവകലാശാലയെ വൈസ് ചാൻസലറെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാൻ പോകുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ നേരിട്ട് കണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ലോ അക്കാദമിയിൽ നിന്നുള്ള ഒരു സീനിയർ അധ്യാപകൻ വാല്യുവേഷൻ ഇതിൻ്റെയും ടീമിൻ്റെയും വൈവ ബോർഡിൻ്റെയൊക്കെ ചെയർമാനായിരിക്കുക അയാളുടെ സ്വന്തം കോളേജിന് 15 റാങ്കുകൾ കിട്ടുന്നതെന്നുള്ളതിന് മറുപടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തരേണ്ടി വരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ലക്ഷ്മി നായരുടെ കുടുംബം അവരുടെ ചില സിൽബന്ധികളും കേരളത്തിൻ്റെ നിയമ വിദ്യാഭ്യാസ മേഖലയെ മാഫിയവൽക്കരിച്ച് നിർത്തിയിരിക്കുന്ന ഇത് പൊളിച്ചില്ലെങ്കിൽ, ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാവിയിലുള്ള പൊതുപ്രവർത്തനത്തിൽ നല്ല പങ്ക് സമയം ഞാനിതിനു വേണ്ടി ചെലവഴിക്കും എന്ന് മാത്രമേ ഇതിനകത്ത് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ.